ഞാൻ ആരാണെന്നാടാ നീ വിചാരിച്ചത്? ചൊണയുണ്ടെങ്കി ഇവിടെ വാടാ. സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേൾഡ് വൈഡ് നൂറ്റുകണക്കിന് ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ. അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും. പിന്നെയാ ഈ ചീള് കേസ്. എന്താ നീ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം, അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത്. നിന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെയൊക്കെ ചോദിക്കാനും പറയാനും ആളുള്ളത്. ഉപ്പുമാ എന്ന് പറയുന്നു. ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു. ആതിരിക്കട്ടെ, ഇവിടെ ആരാ ആൻമേരി? ഞാനാ. എന്താ? നിങ്ങളുടെ ഫാദർ പറഞ്ഞ ദ ഇന്റർനാഷണൽ കുക്ക്. ഇതായിരുന്നോ ഉപ്പുമാവും നൂഡിൽസും തമ്മിൽ തിരിച്ചറിയാത്തൊരു സാധനം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു സാധാരണ കുക്കല്ല. ഓ, അപ്പൊ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ? എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ട പേര്. അതെ അതെ, എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര്. കോണൊന്നിടാത്തത് ഭാഗ്യം. എനിക്കിഷ്ടായി കാണണം. പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് ഗ്ലോറിയാന്ന് ചുരുക്കി. ഗ്ലോറിയയുടെ നാട് എവിടെയാ? തൃശ്ശൂരിലെ കോടാലി. കോടാലിയോ? ഇത് മിക്കവാറും കോടാലിയാവും. എന്തെങ്കിലും ഒഴിഞ്ഞോ? അത് പിന്നെ വേർ ഈസ് മൈ അക്കോമഡേഷൻ? എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. മാറണടി. എവിടെയാണ് AC റൂം? കിട്ടിയടി നിന്റെ അച്ഛനെ ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് ഡോളിന്. എന്റെ ഉപ്പ പോയി. പാതി രാത്രി ആയാലും ഞാൻ എന്റെ ഗ്ലാമറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതാണ് എന്റെ രീതി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ മീനാക്ഷി, ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. പേടിക്കണ്ടി തടിച്ച്. ഓ, നിങ്ങൾ സിനിമ പിടുത്തക്കാരാണല്ലേ? അയ്യോ, ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ, സാറിന് സിനിമ എന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ, പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവ വെളുക്കുമായിരുന്നോ? അപ്പോ മുട്ടയും ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ, ഞാൻ എടുത്തില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂര വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നുന്നു. വണ്ടി എടുക്ക. പോണേ സദാശിവ. എന്താ നീ എങ്ങോട്ടാ പോണേന്നറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. വണ്ടി വിടറോ. എത്രയായി? 100 രൂപ. 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊടുത്താടി. ഞാൻ ഇവനെ വെടിവെച്ച് കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. അയ്യോ, എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? എന്റെ പൊന്നു മോനെ, വന്ന് വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ലേ എന്റെ പൊന്നു? അയ്യോ അമ്മായി. ഓ
അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശെ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ. എടി അതൊക്കെ ഒരു സുഖല്ലടി മോളെ. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെത്തിയത്. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവന് ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്നും നോക്കി അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. കിളവന് ബോധമല്ല, ചത്തന്നാ തോന്നുന്നത്. പെട്ടെന്ന് വണ്ടി എടുത്തൊന്ന് മാറില്ല അങ്ങോട്ട്. എന്തിനാ? പെട്ടെന്ന് ആള് വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് മാറ്റണം. താൻ അമ്പലത്തിന് മുമ്പ് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. പോ, പെട്ടെന്ന് പോ. ഇതിന്റെ സേഫ് സ്റ്റാർട്ട് എവിടെ? പോലീസാ? ഇങ്ങോട്ട് പറയലടാ, ഇങ്ങോട്ട് പറയലടാ. എന്താടാ നിന്റെ പേര്? കിരൺ. എന്താടാ മുഴുവൻ പേര്? കിരൺ പി എസ്. ഉറക്കെ പറയടാ. കിരൺ പി എസ്. സാർ, ഇതെല്ലാം വെറും ഫോട്ടോ കോപ്പിയാണ് സാർ. അത് നിന്റെ വണ്ടിയാണോടാ? അല്ല സാർ, പിന്നെ എന്റെ ഫ്രണ്ടിന്റെ. ഫ്രണ്ടിന്റെ? എന്താടാ അവന്റെ പേര്? നിത്യ നമ്പൂതിരി. നിത്യ നമ്പൂതിരി അല്ലടാ? അതെ സാർ. അപ്പൊ ആരാടാ ഈ ദിയ? അത് അവളുടെ അമ്മയോ ചേച്ചിയോ വല്ലതും ആയിരിക്കും. ആയിരിക്കും. നിത്യ നമ്പൂതിരിയുടെ ചേച്ചി ആയിരിക്കും ദിയ സാമുവൽ അല്ലടാ? എവിടെ നിന്നാടാ വണ്ടി മോട്ടിച്ചേ? എവിടെന്നോ വണ്ടിയും മോട്ടിച്ചോണ്ട് വന്ന വെപ്രാളത്തിനിടയിൽ ഇവൻ ആ സൈക്കിളുകാരനെ ഇടിച്ചിട്ടു അല്ലേടാ? അല്ല സാർ, ഞാൻ കള്ളനല്ല. സത്യം പറയടാ. ഇതിനു മുമ്പ് നീ എത്ര വണ്ടികൾ നാട് കടത്തിയിട്ടുണ്ട്? ഞാനൊന്നും കടത്തിയിട്ടില്ല സാർ. സാറേ, 2 എണ്ണം കൊടുത്താൽ ഇവൻ തത്ത പറയും പോലെ സത്യം പറയും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ നടാ പൊക്കിയത്? സത്യമായിട്ട് ഞാൻ മോട്ടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു വണ്ടിയും മോട്ടിച്ചിട്ടില്ല സാർ. ഞാൻ കള്ളനല്ല. താനൊരു കാര്യം ചെയ്യും, അവന്റെ വീട്ടിൽ വിവരം അറിയിക്കും. പിന്നെ
ഈ RC ബുക്കിലെ അഡ്രസ് നോക്കി ആ ഓണറെ കൂടെ വിവരം അറിയിക്കും. അവരും കൂടെ വന്നിട്ടാവാം ഇനി ചോദ്യം ചെയ്യല്. ഓക്കെ സാർ. ഇങ്ങോട്ട് മാറിയല്ല. ഇവനെ നിങ്ങൾക്ക് അറിയാമോ? കിരണാണ് സർ. അതെ അതെ, ഇത് നമ്മുടെ കിരൺ തന്നെയാ. പിന്നെ നീ എന്തിനാണ് കിടന്ന് വിറച്ചത്? എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്തതുപോലെ. നീ എന്താടാ ദിയാ സാമുവിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നത്? അത് സർ കിരണിന് അറിയില്ലായിരുന്നു വണ്ടി എന്റെ ആണെന്ന്. വണ്ടി കൊടുത്തത് നിത്യക്കാ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്. അത് സാർ ആദ്യമായിട്ടാ ഈ ആക്സിഡന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ. ചിലപ്പോ ഭയന്നിട്ടുണ്ടാവും സാർ. നിർത്തണേ. ആ വണ്ടിയുടെ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക. ആ വർഗീസേ, ആ പുറത്ത് നിൽക്കുന്നവരെ കൂടെ ഇങ്ങ് വിളിക്ക്. ആ വലിയ കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തില് നമ്മൾ 2 കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുണ്ട്. ആ പുറത്ത് നിൽക്കുന്ന വർഗീസിന്റെ കയ്യില് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോണം. ശരി സാർ. ആ പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ആ കിളവൻ കിടപ്പുണ്ട്. അവന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതും അങ്ങ് സെറ്റിൽ ചെയ്തേക്ക് സാർ. പിന്നെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ശരി സാർ. ഓ നീ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ കേട്ടാ. താങ്ക് യു സാർ. ഒന്ന് ഇറങ്ങി പോടേ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ കിരൺ PS ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സാർ, രാവിലെ വിളിക്കാൻ പറഞ്ഞു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇൻ്റൽ i5 ഓക്കെ, 4GB RAM, 2.1 സ്പീക്കേഴ്സ് പ്ലസ് UPS. ഓക്കെ സാർ, ഉച്ചയ്ക്ക് മുമ്പല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പറോട് തന്നാൽ 9442755012. ഓക്കെ ഓക്കെ സാർ. ഉച്ചയ്ക്കും എത്തിക്കാം സാർ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അയ്യോ എന്തോ രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ മരിച്ചു പോയിരുന്നു. അല്ലയാ ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടാ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവില്ലേ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ. എന്തുവാണ് ഒരു മതി കൊച്ചുള്ളവരെ പോലെ? നിനക്കറിയാലോ ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മോടെ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അളിയാ. അളിയ നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4GB RAM 2.1 സ്പീക്കേഴ്സ് ഒറിജിനൽ മദർ ബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ ശരിയാക്കാം. എല്ലായിടത്താ വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്? മിസ്റ്റർ അരുൺ. സാർ എന്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സാർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി.
സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി കിരൺ. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് തന്റെ പേരിലേക്ക് മാറ്റി ഞാൻ ബില്ല് ചെയ്യും. യു ക്യാൻ ഗോ നൗ. ആ കിരൺ, സാർ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു.